Cheers to Commerce Family. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ചാപ്റ്റർ 1 റിവ്യൂ C++ പ്രോഗ്രാമിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടുള്ള ജംപ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ആൻഡ് ഈ ഒരു ടോപ്പിക്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാംസിന് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നോർമലി എക്സാമിന് ജംപ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വരാറുള്ള ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ എനി 3 ജംപ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ C++ പ്രോഗ്രാം എന്നുള്ളതാണ്. ജംപ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പ്രോഗ്രാമിന്റെ കൺട്രോള് പുറത്തേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഫംഗ്ഷന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രോഗ്രാം കൺട്രോളിനെ നിയന്ത്രിക്കുന്ന ആൾക്കാരാണ് ഈ ജംപ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുക. സോ നമുക്ക് പഠിക്കാനുള്ള ജംപ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? നമുക്ക് ഗോ ടു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, സോ അതിനകത്ത് ഗോ ടു സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പൊ പറയുന്നത് എന്താണ് ഗോ ടു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമിന്റെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിലേക്ക് അല്ലെങ്കിൽ ഫംഗ്ഷന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പ്രോഗ്രാം കൺട്രോളിനെ കംപ്ലീറ്റ്ലി കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഗോ ടു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുക. ഓക്കെ, അപ്പോ എവിടേക്കാണോ നമുക്ക് ഈ പ്രോഗ്രാമിന്റെ കൺട്രോൾ വേണ്ടത് ആ ഒരു ഭാഗത്തിനെ ലേബൽ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, സോ എങ്ങനെയാണ് അതിന്റെ ഒരു സിൻടാക്സ് വരാൻ നോക്കിക്കേ. നമ്മൾ ഗോ ടു ലേബൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും, ദെൻ അതിനുശേഷം ലേബൽ എന്ന് പറഞ്ഞിട്ട് അവിടേക്കായിരിക്കും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടാവുക. സോ എപ്പോഴാണോ പ്രോഗ്രാം ലേബലിലേക്ക് എത്തുന്നത് അവിടെ വെച്ച് നമുക്ക് പ്രോഗ്രാം കൺട്രോൾ ആ ലേബലിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. സോ ഫംഗ്ഷന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പ്രോഗ്രാം കൺട്രോളിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് ഗോ ടു സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്ന ഒരു കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. നോർമലി ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സിന്റെ കൂടെയാണ് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റിനെ കാണാറുള്ളത്. നിങ്ങൾ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഒക്കെ യൂസ് ചെയ്തപ്പോഴത്തേക്കും കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? യെസ്, എന്തിനു വേണ്ടിയിട്ടാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുക? ഒരു പ്രോഗ്രാമിന്റെ കൺട്രോള് കംപ്ലീറ്റ്ലി പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്താണ്? കംപ്ലീറ്റ്ലി പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുക? സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്സിനെ യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ ഈ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ സ്വിച്ച് ബ്ലോക്ക് നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾ ഈ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എഴുതി ഓർക്കുന്നുണ്ടോ? നമ്മൾ സ്വിച്ച് വെച്ചിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം നമുക്കറിയാം ഓരോ സ്റ്റേറ്റ്മെന്റ്സ് കഴിയുമ്പോഴും ആ സ്റ്റേറ്റ്മെന്റ്സിന്റെ താഴെ നമ്മൾ ബ്രേക്ക് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കേസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന കാര്യം എപ്പോഴാണോ ഏത് സ്റ്റേറ്റ്മെന്റിലാണോ സാറ്റിസ്ഫൈ ആവുന്നത് അവിടെ വെച്ച് നമുക്ക് പ്രോഗ്രാമിന്റെ പുറത്തേക്ക് എത്തണം. അങ്ങനെ പ്രോഗ്രാമിന്റെ പുറത്തേക്ക് കംപ്ലീറ്റ്ലി നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുക. നെക്സ്റ്റ് വരുന്നതാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്. ഈ ബ്രേക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗോ ടു ആയിക്കോട്ടെ, ഇവിടെ എന്താ ചെയ്യുന്നത്? ആ പ്രോഗ്രാമിന്റെ ഉള്ളിൽ തന്നെ കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ പുറത്തേക്ക് എപ്പോഴാണോ നമുക്ക് ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നത് അപ്പൊ തന്നെ പ്രോഗ്രാമിന്റെ പുറത്തേക്ക് നമ്മളെ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ. കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് പ്രോഗ്രാമിന്റെ പുറത്തേക്ക് വരികയല്ല ചെയ്യുന്നത്. എന്താണോ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന പോർഷൻ അല്ലെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താണോ ആ ഒരു പോർഷനെ സ്കിപ്പ് ചെയ്ത് ബാക്കിയുള്ളത് കണ്ടിന്യൂ ചെയ്ത് പോവാനാണ് നമ്മളെ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ഹെൽപ്പ് ചെയ്യുക. ഇപ്പൊ ഞാനിവിടെ കണ്ടിന്യൂ, ഇപ്പൊ ഞാൻ എന്താ പറയാ 0 to 10 വരെയുള്ള നമ്പേഴ്സ് ആണ് എനിക്ക് ടൈപ്പ് ചെയ്ത് കിട്ടേണ്ടതെന്ന് വിചാരിച്ചോ. സോ ആ 0 to 10 വരെ ഉള്ളതിനകത്ത് 6 എന്ന് പറയുന്ന നമ്പർ എനിക്ക് സ്കിപ്പ് ആക്കി പോകണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? കണ്ടിന്യൂ 6 എന്ന് കൊടുക്കും. 1 തൊട്ട് 5 വരെയുള്ള നമ്പേഴ്സ് വരും. 6 ആകുമ്പം അതിനെ സ്കിപ്പ് ചെയ്തതിന് ശേഷം 7, 8, 9, 10 ഇത്രയും നമ്പേഴ്സ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. സോ അങ്ങനെ നമുക്ക് ഒരിക്കലും എന്താ പറയുക ഒരു ലൂപ്പ് ബോർഡിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നുള്ളതിനെക്കാട്ടിലും ആ ഒരു പോർഷനെ കവർ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് എപ്പോഴാണോ നമ്മുടെ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നത് അവിടെ വരെയും പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. യെസ്, അപ്പം ഇങ്ങനെയുള്ള 3 ജംപ് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഈ 3 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജംപ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ കൂടിയാണ്. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു പോർഷൻ പഠിക്കുക. ആൻഡ് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.